എൻ്റെ പേര് ദിവ്യ. ഷൈൻ വിത്ത് ദിവ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ചെറിയൊരു ഹോൾ വീഡിയോ ആണ്. നമ്മൾ കുറച്ച് സാധനങ്ങൾ ഞാൻ കുറച്ച് ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിനകത്ത് കാണിക്കുന്ന മിക്ക സാധനങ്ങളും ഞാൻ purple.com നിന്നാണ് വാങ്ങിച്ചു. 2 ഐറ്റംസ് ഞാൻ ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്ത് വാങ്ങിച്ചത്. അപ്പോൾ ഇതുപോലത്തെ 2 കാർഡ്ബോർഡ് ബോക്സിനകത്തായിട്ടാണ് നമുക്ക് സാധനം ഇവർ purple.com ഡെലിവറി ചെയ്തത്. അത്യാവശ്യം നല്ല പാക്കേജിങ് ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും നേരം കളയേണ്ട എന്തൊക്കെയാണ് ആ പ്രൊഡക്ട്സ് എന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് സ്കിൻ കെയർ ഐറ്റംസിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ ഇത് ഗുഡ് വൈബ്സിൻ്റെ ലെമൺ ലിപ് സ്ക്രബ് ആണ്. ഞാൻ ഇതിൻ്റെ ഒരു കവർ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ നമ്മൾ സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആണല്ലോ, സംഭവം എന്താണ് എങ്ങനെയാണെന്നൊക്കെ നോക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ കവറൊക്കെ ഓൾറെഡി നേരത്തെ അഴിച്ച് അതൊക്കെ ഓൾറെഡി കളഞ്ഞായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇതിനൊരു കവർ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ ഇത് മാത്രം ഉള്ളത്. ഇതൊരു 8 ഗ്രാമിൻ്റെ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു ലിപ് സ്ക്രബ് എനിക്ക് വാങ്ങിക്കാനായിട്ട് 81 റുപ്പീസിനാണ് കിട്ടിയത്. ഞാൻ ഈ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള സൈഡിൽ സ്ക്രീനിൽ എവിടെയും കാണിക്കാം, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കാം കേട്ടോ. ഞാൻ പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നതിനകത്ത് വിറ്റാമിൻ സി ആണ് ഇതിനകത്ത് ഉള്ളത്, കാരണം ലെമൺ ആണല്ലോ ഉള്ളത്. പിന്നെ ഇതൊരു ഷുഗർ ബേസ്ഡ് ആയിട്ടുള്ള ലിപ് സ്ക്രബാണ്. അത്യാവശ്യം നമ്മുടെ ഒരു ഡ്രൈ ഭയങ്കര ചാപ്പിഡ് ലിപ്സ് ഒക്കെ ആണെങ്കിലും ഒത്തിരി നല്ലതാണ്. നമ്മുടെ സ്കിന്നും സ്കിൻ എക്സ്പോളിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ലിപ്സും നമ്മൾ എക്സ്പോളിയേറ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മൾ ഡെയിലി ബേസിസിൽ നമ്മൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, നമ്മുടെ ചുണ്ട് ഭയങ്കര ഡ്രൈ ആണെങ്കിൽ, പിന്നെ നമുക്ക് അത്യാവശ്യം ഡാർക്ക് പിഗ്മെൻറ്റേഷൻ ഒക്കെ ഇഷ്യൂസ് ഉള്ളവർ ലിപ്പ് സ്ക്രബ് ചെയ്യുന്ന ഒത്തിരി നല്ലതായിരിക്കും. നമുക്ക് നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ സ്ക്രബ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു ചെറിയൊരു പ്രൊഡക്റ്റും വാങ്ങി ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. നിങ്ങൾ സ്ക്രബ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, അത് തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ. ഇപ്പം ഞാൻ ഇതിനകത്ത് പറയുന്ന പ്രൊഡക്ട്സ് ഒന്നും നിങ്ങൾ വാങ്ങിക്കണം എന്നല്ല പറയുന്നത്. ഞാൻ വാങ്ങിച്ച പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഞാനിത് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാൽ മതി. നമ്മൾ അനാവശ്യമായിട്ടൊന്നും വാങ്ങിക്കണം. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. നിങ്ങൾ ഓൾറെഡി ഞാനിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ലിപ് സ്ക്രബ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മൾ സ്കിന്നിന് എക്സ്പോളിയേഷൻ കൊടുക്കുന്ന പോലെ ലിപ്സിനും എക്സ്പോളിയേഷൻ കൊടുക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് നമുക്ക് ഈ സണ്ണിൻ്റെ UV റേസ് കൊണ്ടൊക്കെ നമ്മുടെ ചുണ്ട് കുറച്ച് ഡാർക്ക്നെസ്, പിഗ്മെൻറ്റേഷൻ ഇഷ്യൂസ് ഒക്കെ വരാം. അപ്പോൾ ഇങ്ങനെ വിറ്റാമിൻ സി കണ്ടന്റുള്ള ലിപ് സ്ക്രബ് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഈ ഗുഡ് വൈബ്സിൻ്റെ തന്നെ ഇപ്പം ലെമൺ റേഞ്ചിലുള്ളത് ഞാൻ എടുത്തത്. വേറെയും റേഞ്ചിലുണ്ട് കേട്ടോ അവർക്ക് ലിപ് സ്ക്രബുകൾ. ഞാൻ ലെമണാണ് എടുത്തത്, കാരണം അത്യാവശ്യം ലെമൺ നല്ലതാണല്ലോ. അപ്പോൾ ലെമൺ റേഞ്ചിലുള്ളതാണ് ഞാൻ എടുത്തത്. ഇപ്പോൾ ഇത് ഞാൻ വാങ്ങിക്കാനടുത്ത് 81 റുപ്പീസിനാണ് കിട്ടിയത്. 100 രൂപയ്ക്ക് താഴെയാണ് കേട്ടോ വില. അപ്പോൾ ഇതിൻ്റെ ഇതെന്ന് പറയുന്നത് ഞാൻ കുറച്ച് ഉപയോഗിച്ചായിരുന്നു. ഇങ്ങനെയായിരിക്കും ഇത് ഇരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം ഇത് ഒരുപാട് നാൾ നിൽക്കും. വളരെയൊക്കെ നമ്മൾ ചുണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് നമ്മൾ ഈ ഒരു സ്ക്രബ് എടുത്തിട്ട് കുറച്ച് മാത്രം കൈ കൊണ്ട് എടുത്തിട്ട് നമുക്കൊന്ന് ചുണ്ടിലൊന്ന് ജസ്റ്റ് ഒന്ന് ഭയങ്കര പതുക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ആഴ്ചയിൽ 2 ദിവസമൊക്കെ ഒന്ന് ലിപ് സ്ക്രബ് ചെയ്തായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ 2 ആഴ്ച ഞാൻ യൂസ് ചെയ്യുന്നു. ഇതിനെക്കുറിച്ച് സെപ്പറേറ്റ് റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയും കേട്ടോ. പിന്നെ നമ്മുടെ ചുണ്ടിന് നിറം വെക്കുമോ ലൈറ്റൻ ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നമുക്ക് ചുണ്ടിനെ എപ്പോഴും എക്സ്പോളിയേറ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ലിപ്സ്റ്റിക്ക് ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുന്നവരൊക്കെ എന്തായാലും. പിന്നെ നമുക്ക് ചെറിയൊരു പരിധി വരെ നമ്മുടെ ആ ഒരു ഡാർക്ക്നെസ്സിന് ഒന്ന് ലൈറ്റൻ ചെയ്യാൻ സഹായിക്കും, കാരണം വിറ്റാമിൻ സി കണ്ടന്റ് ഉള്ളതാണല്ലോ. അതിനുശേഷം ഞാൻ വാങ്ങിയത് ഈ ബയോട്ടിക്കിൻ്റെ ബയോഫ്രൂട്ട് വൈറ്റനിങ് ലിപ് ബാം ആണ്. ആക്ച്വലി ഞാൻ മെബിലൈൻ്റെ ബേബി ലിപ്സ് ആണ് ഞാൻ എപ്പോഴും എൻ്റെ ഒരു ലിപ് ബാം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇവർ പറയുന്നത് ലൈറ്റൻസ് ആൻഡ് ഈവൻസ് ഔട്ട് ലിപ് ടോൺസ് എന്നാണ് പറയുന്നത്. ഞാനിത് വാങ്ങിച്ചിട്ട് ഞാൻ 1-2 തവണ യൂസ് ചെയ്തായിരുന്നു. അപ്പോൾ എനിക്കെന്താ തോന്നിയെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു ലിപ് ബാം യൂസ് ചെയ്ത് തന്നെ ഒരിക്കലും നമ്മുടെ ചുണ്ടിന് നിറം വെക്കും എന്നല്ല. ശരിക്കും നമ്മൾ ലിപ് ബാം യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലിപ്സ് ഡ്രൈ ആവാതിരിക്കാനും അതിനെ ഒന്ന് സോഫ്റ്റൻ ആക്കാനും മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിപ് ബാം യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ലിപ് ബാം എന്ന് പറയുന്നത് നമുക്ക് ഡെയിലി ബേസിസിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ലിപ് ബാം യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇവർ പറയുന്നത് ആയുർവേദിക് റെസിപ്പിയാണ്. 100% ബൊട്ടാനിക്കൽ എക്സ്ട്രാക്റ്റ് എന്നാണ് പറയുന്നത്. ബെയർ ലിപ്സ്റ്റിക് അല്ലെങ്കിൽ ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ലിപ് ബാം അപ്ലൈ ചെയ്യാമെന്നാണ് പറയുന്നത്. ആയുർവേദിക്കാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കേജിങ്. പിന്നെ ഇതിനൊരു അടപ്പും കൂടി ഉണ്ട്, പിന്നെ ക്യാപ്പും കൂടി ഉണ്ട്. അപ്പോൾ ഇങ്ങനെയായിട്ട് കണ്ടത്. ഞാനിത് അധികം യൂസ് ചെയ്തിട്ടുണ്ട്. 2 തവണ ഞാൻ യൂസ് ചെയ്ത് നോക്കി. അത്യാവശ്യം ഒരു ചെറിയൊരു ടിൻറ്റും ഉണ്ട് കേട്ടോ. ചെറുതായിട്ടൊരു ലൈറ്റ് റെഡ് കളർ ഒരു ടിൻറ്റും ഉണ്ട്. നല്ല ലിപ് ബാമാണ്. നല്ലൊരു എന്താ പറയുക, നമ്മൾക്ക് ഈ ഫ്രൂട്ട് ജാമിൻ്റെയൊക്കെ ഒരു ജാമല്ല, ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഫ്രൂട്ട്സിൻ്റെയൊക്കെ
നല്ലൊരു മണമുണ്ട്. ഞാൻ രണ്ട് തവണ യൂസ് ചെയ്തിട്ടുള്ളൂ. അത്യാവശ്യം നല്ല മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുന്നുണ്ട്. 4-5 മണിക്കൂർ അത്യാവശ്യം നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുന്നുണ്ട് നമ്മുടെ ചുണ്ടിനെ. പിന്നെ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 140 റുപ്പീസിനാണ് ഞാൻ വാങ്ങിക്കാൻ നേരത്ത്. ഇപ്പൊ നോക്കുമ്പോൾ സൈറ്റിൽ 149 ആണ് കാണിക്കുന്നത്. ഈ പർപ്പിളിൽ എപ്പോഴും നമ്മളിങ്ങനെ പ്രൈസ് ഇങ്ങനെ വേരിയേഷൻ വന്നുകൊണ്ടിരിക്കും, ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഞാൻ വാങ്ങിക്കാൻ നേരത്ത് 140 രൂപയായിരുന്നു, ഇപ്പൊ കാണിക്കുന്നത് 149 രൂപയാണ്. അപ്പോൾ നിങ്ങളോട് നല്ലൊരു ലിപ് ബാം വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ലൊരു ലിപ് ബാം ആണ് കേട്ടോ. ഇതിനകത്ത് ഇവർ പറയുന്നത് നമ്മുടെ ലിപ്സിന് ലൈറ്റും ചെയ്യും സോഫ്റ്റും ചെയ്യുന്നതാണ്. സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കാനായിരിക്കും സഹായിക്കുക എന്നാണ് എനിക്കൊരു ഇതില്. അങ്ങനെ ലിപ് ബാം യൂസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ പിഗ്മെന്റേഷൻ ഒക്കെ മാറുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അടുത്തത് ഞാൻ വാങ്ങിച്ചത് NYB എന്ന് പറയുന്ന ബ്രാൻഡിന്റെ എലിസ് ഐലാൻഡ് ഐലൈനർ ആണ് കേട്ടോ വാങ്ങിച്ചത്. എങ്ങനെ വായിക്കേണ്ടതെന്ന് അറിയില്ല. എലിസ് ഐലാൻഡ് ഐലൈനർ ഇതാണ് കേട്ടോ വാങ്ങിച്ചത്. ഇതെന്ന് പറഞ്ഞ ഗ്രീൻ മോസ് ഗ്രീൻ ആണ് ഇതിന്റെ ഒരു ഷെയ്ഡ്. ഇതൊരു ഗ്രീൻ ഐലൈനർ ആണ്. ഞാൻ ഒരുപാട് നാളെ ഒരു ഗ്രീൻ ഐലൈനർ വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഐലൈനർ ആണ്. നല്ലൊരു എന്താ പറയുക, നമുക്ക് ആപ്ലിക്കേഷനൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ. സുഖമാണ് അപ്ലൈ ചെയ്യാനായിട്ട്. പിന്നെ അത്യാവശ്യം കളറും ഉണ്ട്. 6 ml ആണ് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒറിജിനൽ പ്രൈസ് 149 ആണ് പറയുന്നത്. എനിക്ക് വാങ്ങിക്കാനായിട്ട് 129 ആയിരുന്നു. ഇപ്പോൾ സൈറ്റിൽ നോക്കുമ്പോൾ 134 ആണ് കേട്ടോ ഉള്ളത്. അപ്പൊ ഇതാണ് അടുത്ത പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പൊ അടുത്തത് ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ഒരു ലിപ്സ്റ്റിക് ആണ്. ഇത് സെയിം അവരുടെ ആ ഒരു ബ്രാൻഡിന്റെ തന്നെയുണ്ട്. NYB എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ NYB റൺവേ മാറ്റ് ലിപ്സ്റ്റിക് വിത്ത് അർഗൻ ഓയിൽ. ഓക്കെ, ഞാൻ ഇതുവരെ അർഗൻ ഓയിൽ റേഞ്ചിലുള്ള ഒരു ബ്രാൻഡിന്റെയും ഒരു ലിപ്സ്റ്റിക്കും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഭയങ്കര അഫോർഡബിൾ ആണ് NYB എന്ന് പറയുന്ന ബ്രാൻഡ്. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇത് വാങ്ങിക്കാൻ കാരണം. അപ്പോൾ എനിക്ക് അർഗൻ ഓയിൽ ഇൻഫ്യൂസ്ഡ് അർഗൻ ഓയിലുള്ള ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് ഒരെണ്ണം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം പ്ലേ അപ്പ് 14 ആണ് ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ ആണെന്ന് തോന്നുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും പ്രൊഡക്റ്റ്. ഇതാണ് ലിപ്സ്റ്റിക്ക്. ഇതിൻ്റെ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് പിങ്ക് ഷെയ്ഡാണ്. ഞാൻ ഇന്ന് ലിപ്സിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന ഈ ഒരു ലിപ്സ്റ്റിക് ആണ്. ഒരു പിങ്ക് ഷെയ്ഡാണ്. അത്യാവശ്യം എല്ലാ സ്കിൻ ടോണിനും ചേരുന്ന ഒരു കളറാണ് കേട്ടോ. ഇതാണ് പ്രൊഡക്റ്റ്. ഓക്കെ, ഇതിൻ്റെ MRP ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് 175 ആണ്. എനിക്ക് വാങ്ങിക്കാൻ നേരത്ത് 139 ആയിരുന്നു. ഇപ്പോൾ സൈറ്റിൽ നോക്കാൻ നേരത്ത് 131 ആണ്. കണ്ടോ, പ്രൈസ് എപ്പോഴും വേരിയേഷൻ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കാർട്ടിലിടുക, എന്നിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴെങ്കിലും ഡിസ്കൗണ്ടും അല്ലെങ്കിൽ പ്രൈസ് നല്ലപോലെ കുറയുന്ന സമയം നോക്കി വാങ്ങിക്കുക. ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, എന്നിട്ട് വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് 2 കാജൽ പെൻസിലാണ് വാങ്ങിച്ചത്. സെയിം NYBയുടെ തന്നെയാണ്. ഞാൻ 2 കാജൽ പെൻസിൽ വാങ്ങിച്ചത്. ഒരു ബ്ലാക്ക് എടുത്തു, ഒരു വൈറ്റ് എടുത്തു. എനിക്കൊരു വൈറ്റ് കാജൽ പെൻസിൽ വാങ്ങിക്കുന്നത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം വൈറ്റ് കാജൽ പെൻസിൽ കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മൾ വാട്ടർ ലൈനിൽ വൈറ്റ് കാജൽ പെൻസിൽ യൂസ് ചെയ്യാനായിട്ട് നമ്മുടെ കണ്ണിന് നല്ല വലിപ്പം തോന്നിക്കാനായിട്ട് സഹായിക്കും. നല്ല റൗണ്ട് ഐസായിട്ട് ഫീൽ ചെയ്യിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വൈറ്റ് കാജൽ പെൻസിൽ എനിക്ക് വാങ്ങിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ കണ്ടപ്പോൾ ബ്ലാക്കും കൂടി എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇങ്ങനെ വാങ്ങിച്ചപ്പോൾ ഒരു എന്താ പറയുക, ഒരു ബ്ലൂ ഇവരുടെ സെയിം തന്നെ ഒരു കാജൽ പെൻസിൽ ഫ്രീ കിട്ടിയായിരുന്നു കേട്ടോ. അങ്ങനെ 3 കാജൽ പെൻസിൽ ഉണ്ട്. ഞാൻ ബ്ലാക്കും വൈറ്റും ആണ് വാങ്ങിച്ചത്. അപ്പോൾ ഫ്രീ ആയിട്ട് എനിക്ക് ബ്ലൂ കാജൽ പെൻസിലും കിട്ടി. പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇതിൻ്റെ MRP എന്ന് പറയുന്നത് 81 ആണ്. പക്ഷെ എനിക്ക് ബ്ലാക്ക് 79 ആയിരുന്നു ഞാൻ വാങ്ങിക്കാൻ നേരത്ത്. വൈറ്റിന് 75 ആണ്. അത് തന്നെയാണ് ഇപ്പോഴും സൈറ്റിൽ കിടക്കുന്നത് കേട്ടോ പ്രൈസ്. അപ്പോൾ എനിക്ക് ബ്ലൂ ഫ്രീ ആയിട്ട് കിട്ടുകയാണ് ചെയ്തത്. അപ്പോൾ NYBയുടെ തന്നെ ലോങ് ഐലാൻഡ് ഡീപ്പ് ഇന്റൻസ് കോർ ഐ പെൻസിൽ. എനിക്ക് ഒരു കാജൽ പെൻസിൽ യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ അത്യാവശ്യം പിഗ്മെന്റേഷൻ കാര്യങ്ങളുണ്ട്, പക്ഷെ സ്മഡ്ജ് പ്രൂഫ് ഒന്നുമല്ല. പിന്നെ നമുക്കൊരു അഫോർഡബിൾ ആയിട്ട് നമുക്കൊന്ന്, ഇപ്പോൾ എനിക്കിപ്പോൾ വൈറ്റ് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ട് നമുക്ക് ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി കുഴപ്പമില്ല. കാരണം ഇതിപ്പോൾ 75 എന്നൊക്കെയല്ലേ നമുക്ക് കിട്ടുന്നത്. 75-79 എന്നൊക്കെയാണ് കിട്ടിയത്. MRP ഇതിന് 81 ആണ്. പക്ഷെ ഒരു ഡിഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ ഈ ക്യാപ്പ് ഊരിയപ്പോൾ തന്നെ ഇത് ഏതോ ഒരെണ്ണത്തിൻ്റെ അകത്ത് ഇത് മോനെ പൊട്ടിക്കിടക്കുകയായിരുന്നു. അപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത്, ഇത് ഷാർപ്പൻ ചെയ്യണമല്ലോ എന്ന്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഷാർപ്പൻ ചെയ്യണമെങ്കിൽ നമ്മൾ സാധാരണ പെൻസിൽ ഷാർപ്പനർ ഒന്നും പോരാ, വലിയ ഷാർപ്പനർ തന്നെ വേണമെന്ന്. അങ്ങനെ പിന്നെ ഷാർപ്പനർ പിന്നെ വേറെ സെപ്പറേറ്റ് വാങ്ങിക്കേണ്ടി വരും. അത്യാവശ്യം പിഗ്മെന്റേഷൻ കാര്യങ്ങളുണ്ട്, പക്ഷെ സ്മഡ്ജ് പ്രൂഫ് അല്ല കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ചുമ്മാ ഒരു അഫോർഡബിൾ ആയിട്ടൊരു കാജൽ പെൻസിൽ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ NYBയുടെ ഈ ഒരു റേഞ്ചിലുള്ളത് അഫോർഡബിൾ ആണ്.
അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഡെംഡോക്കിന്റെ ഒരു ഫേസ് ജെൽ. ഡെംഡോക്ക് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു പ്രൊഡക്റ്റ് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. സ്കിൻ ടൈറ്റനിങ് ഫേസ് ജെല്ലാണ് കേട്ടോ, വിത്ത് ഹൈഡ്രോലൈസ്ഡ് കൊളാജൻ. ഇത് 50 ഗ്രാം ആണ് ഇത് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ 199 ആണ് ഇതിന്റെ ഒറിജിനൽ പ്രൈസ്. 179 കിട്ടി. ഇപ്പൊ സൈറ്റിൽ നോക്കാൻ നേരത്തെ ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. ഇത് ഒരുപാട് നല്ലതാണ്, കാരണം ഈ ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ വളരെ നല്ലതാണ്. നമ്മൾ സ്കിൻ ടൈറ്റനിങ് ചെയ്യാനായിട്ട് ഒത്തിരി സഹായിക്കും. ഞാൻ ഇതിന് വളരെ നല്ലതായിട്ടുള്ളൊരു ഇതാണ് ഹൈഡ്രോണിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫേസ് ജെൽ എടുക്കാൻ കാരണം. പിന്നെ ഇങ്ങനെയാണ് സംഭവം കേട്ടോ, ഇങ്ങനത്തെ ഒരു പാക്കേജിങ്ങിലാണ് വരുന്നത്. ഇത് തുറക്കാൻ നേരത്ത് ഭയങ്കര ജെൽ കൺസിസ്റ്റൻസിയാണ് ഈ ഒരു പ്രൊഡക്റ്റിന്. ഭയങ്കര ജെൽ കൺസിസ്റ്റൻസിയാണ്. ഇത് ഞാനിപ്പോൾ കാണിച്ചു തന്നെ ഇത് ഒഴുകും പുറത്തേക്ക്, അങ്ങനത്തെ ഒരു ജെൽ കൺസിസ്റ്റൻസി ആണ്. ഞാനിത് ഞാൻ വന്ന ദിവസം തന്നെ അല്ലെങ്കിൽ വന്നതിൻ്റെ അടുത്ത ദിവസം ഒന്ന് അപ്ലൈ ചെയ്തായിരുന്നു. പിന്നെ ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല, എനിക്കിത് യൂസ് ചെയ്യണം. ദിവസം 2 നേരം അപ്ലൈ ചെയ്യാനാണ് പറയുന്നത്. ഞാനപ്പോൾ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ എന്തായാലും ഒരു ചെറിയ റിവ്യൂ ചെയ്താൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. ഞാനിത് യൂസ് ചെയ്തിട്ട് ഞാൻ പറയാം. എനിക്ക് അത്യാവശ്യം ഡെംഡോക്കിനെ കുറിച്ച് അത്യാവശ്യം നല്ല ബ്രാൻഡുമാണ്, നമുക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് കിട്ടുന്ന ബ്രാൻഡാണ്. ഇവരുടെ പ്രൊഡക്ട്സ് ഒക്കെ തന്നെ സൂപ്പറാണ്. അങ്ങനെ ഒരുപാട് റിവ്യൂസ് കണ്ടിട്ടാണ് ഞാൻ ഇവരുടെ ഈ റേഞ്ചിലുള്ള ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്ന പർപ്പിളിൽ നിന്ന് ഞാൻ വാങ്ങിച്ച കുറച്ച് നെയിൽ പെയിൻസ് ആണ്. 4 നെയിൽ പെയിൻസ് ആണ് വാങ്ങിച്ചത്. ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. ഇത് കളർ ബാറിന്റെ നെയിൽ ലാക്ക് വിത്ത് കെരാട്ടിൻ ആൻഡ് ആൽമണ്ട് ഓയിൽ. ഇത് അത്യാവശ്യം നല്ലൊരു ഷെയ്ഡാണ്. അത്യാവശ്യം എന്താ പറയുക, ഒരു റെഡ് അല്ല ഒരു ഓറഞ്ചും അല്ല, നല്ലൊരു ഷെയ്ഡാണ്. ഇതിന്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് 199 ആണ്. ഇപ്പൊ സൈറ്റിലും ഇതിന് സെയിം 199 തന്നെ കാണിക്കുന്നത്. പക്ഷെ എനിക്ക് വാങ്ങിക്കുന്ന സമയത്ത് ചെറിയൊരു ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് 179 ആണ് കിട്ടിയത്. ഇതിന്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ലാവ 491 ലാവയാണ് കേട്ടോ. അപ്പൊ ഇതാണ് ആദ്യത്തെ നെയിൽ പെയിന്റ്. അടുത്തത് സെയിം കളർ ബാറിന്റെ തന്നെ വേറൊരു ഷെയ്ഡാണ് എടുത്തത്. ഇതെന്ന് പറയുന്നത് ഒരു എന്താ പറയുക 618 പെറ്റൈറ്റ് എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇതിന്റെ ഒരു ഇതെന്ന് പറയുന്നത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു കളർ നല്ല രസമുള്ള ഒരു കളറാണ്. ഇതും ഇപ്പോൾ സൈറ്റിനകത്ത് 199 കാണിക്കുന്ന, MRP 199 ആണ്. എനിക്ക് വാങ്ങിക്കുന്ന സമയത്ത് സെയിം 179 ആണ് ഇത് കിട്ടിയത്. ഇത് നല്ലൊരു ഷെയ്ഡാണ്, ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടം. ഇതാണ് രണ്ടാമത്തെ നെയിൽ പെയിന്റ് കേട്ടോ. പിന്നെ അടുത്തത് ഞാൻ വാങ്ങിച്ചത് സ്റ്റേക്ക് വർക്കിയുടെ ആണ്. ഒരു ബ്ലൂ കളറാണ്, ഭയങ്കര ലൈറ്റ് ബ്ലൂ കളറാണ്. ഇത് 6 ml പ്രൊഡക്റ്റ് ആണ്. ഇവരുടെ പ്രൈസ് എന്ന് പറയുന്നത് 90 ആണ്. പക്ഷെ എനിക്ക് വാങ്ങിക്കുന്ന സമയത്ത് 86-നാണ് കിട്ടിയത്. ചെറിയൊരു ഡിസ്കൗണ്ട് 86-നാണ് കിട്ടിയത്. 90 ആണ് ഇതിന്റെ MRP എന്ന് പറയുന്നത്. ഒരു ബ്ലൂ ഷെയ്ഡാണ്. ടോപ്പിക് 2286 ഹൈ ഓഫ് ഗ്ലാം. ഞാൻ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അപ്പോൾ ചെക്ക് ചെയ്താൽ മതി. ഇപ്പോൾ വാങ്ങിക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ അടുത്തത് വാങ്ങിച്ചത് ഒരു യെല്ലോ ഷെയ്ഡാണ്. ഇത് ഞാൻ ഇപ്പോൾ വന്ന പാടെ ഞാൻ ഇതാണ് എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്തത്. ഇപ്പോൾ കണ്ടോ, കുറച്ചായിട്ടുണ്ട്, പോയി തുടങ്ങി, മുഴുവനായിട്ട് പോയിട്ടില്ല. ഞാനത് കളഞ്ഞിട്ടുമില്ല, കുറച്ചായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മറ്റൊരു ഷെയ്ഡ്. ഇതും സെയിം ആ ഒരു റേറ്റ് തന്നെയാണ് എനിക്ക് കിട്ടിയത്. 86-നാണ് എനിക്ക് കിട്ടിയത്. ഇപ്പോൾ കാണിക്കുമ്പോൾ 81 ആണ് സൈറ്റിൽ പ്രൈസ്. പക്ഷെ എനിക്ക് വാങ്ങിക്കുന്ന സമയത്ത് 86 ആയിരുന്നു. ഷെയ്ഡ് നമ്പർ എന്ന് പറയുന്നത് ഫ്ലാഷി ഇന്റലിജൻസസ് ഹൈ ഓൺ ഗ്ലാം 2260. ഇത് 2286, ഇത് 2260. പിന്നെ അടുത്തത് പർപ്പിളിൽ നിന്ന് വാങ്ങിച്ചൊരു നെയിൽ പോളിഷ് റിമൂവർ. എന്താണ് കണ്ടപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചാണ്. ഇത് ബെല്ലാവോസ്റ്റി എന്ന് പറയുന്ന ബ്രാൻഡിന്റെ സ്പോഞ്ച് നെയിൽ പോളിഷ് റിമൂവർ ആണ്. ഇതിന്റെ പേര് ഡിപ്പ് ആൻഡ് ഗോ എന്നാണ്. പേര് പോലെ തന്നെ സംഭവം എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ തുറക്കുമ്പോൾ കണ്ടോ, ഇതിനകത്ത് സ്പോഞ്ച് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നെയിൽ പോളിഷ് റിമൂവർ ഉണ്ട്. ഇപ്പം എൻ്റെ അതിനകത്ത് കണ്ടോ, ഈ ഒരു യെല്ലോ ഞാൻ നെയിൽ പോളിഷിൻ്റെ ഞാൻ മുഴുവൻ കളഞ്ഞിട്ടില്ല. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇത് ഭയങ്കര ഈസിയാണ്. നമ്മൾ ഇതിനകത്ത് കൈ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് കറക്കിയാൽ മതി. അപ്പം തന്നെ കളർ പോയിട്ടുണ്ടാവും. കണ്ടോ, ഭയങ്കര ഈസി അല്ലേ കളയാനായിട്ട്. വെറുതെ നമ്മൾ ഇതിനകത്ത് കൈ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ചുമ്മാ ഒന്ന് കറക്കിയാൽ മതി. അപ്പം പെട്ടെന്ന് തന്നെ
കണ്ടപ്പോൾ ഇപ്പോൾ അത്യാവശ്യം നമുക്ക് ഉപകരിക്കും. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ സമയമില്ലാത്ത നേരത്തെ അല്ലെങ്കിൽ കോട്ടൺ പാഡ് നമ്മൾ വാങ്ങിച്ച് വെക്കണ്ടേ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ഈസിയാണ്. നമുക്ക് ഇതിനകത്ത് വെറുതെ കൈ ഇട്ടിട്ടൊന്ന് കറക്കിയാൽ മതി, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടായി നെയിൽ പെയിന്റ് പോയി കിട്ടിയോളൂ. അപ്പോൾ ഭയങ്കര ഈസിയർ ആയിട്ട് തോന്നി. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 97 ആണ്. ഇതിന്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് ഇതിന്റെ ഒറിജിനൽ പ്രൈസ് 148 സംതിങ് ആണ് കാണിക്കുന്നത്. പക്ഷെ എനിക്കിത് വാങ്ങിക്കുന്ന സമയത്ത് 97 എങ്ങാനോ കിട്ടിയത്. ഇത് അത്യാവശ്യം നല്ല പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഇത്രയും പ്രൊഡക്ട്സ് ആണ് പർപ്പിളിൽ നിന്ന് വാങ്ങിച്ചത്. ഇനി ആമസോണിൽ നിന്ന് ഞാൻ പറഞ്ഞില്ല 2 പ്രൊഡക്റ്റ് വാങ്ങിച്ചു. അതിനകത്ത് ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഒരു കാജൽ പെൻസിൽസിന് ഷാർപ്പനർ ഇല്ലാത്തത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം പക്ഷെ ഈ ഒരു പ്രൈസിന് നമുക്ക് എന്തായാലും ഷാർപ്പനർ പ്രൊവൈഡ് ചെയ്യില്ല, അത് വേറെ കാര്യം. അപ്പൊ എന്തായാലും ഷാർപ്പനർ എനിക്ക് വാങ്ങിക്കണം. കാരണം നമ്മൾ ഇതുപോലെ ഇനി എന്തെങ്കിലും ലിപ് ക്രയോൺസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് എന്തായാലും ഷാർപ്പനർ ആവശ്യം വരും. സാധാ ഷാർപ്പനറിൽ അതെന്തായാലും കയറ് കൂടിയില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോൾ കളർ ബാറിന്റെ ഷാർപ്പനറാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. ഇത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതിനകത്തെന്ന് വെച്ചാൽ 2 ഷാർപ്പനേഴ്സ് ഉണ്ട്. അത് 2 സൈസിലുള്ളത് നമുക്ക് ഷാർപ്പൻ ചെയ്യാനുള്ള രീതിയിലുള്ള 2 ഷാർപ്പനർ വരും. 2 ഷാർപ്പനറാണ് ഇതിനകത്ത് വരുന്നത്. ഇത് എനിക്ക് വാങ്ങിക്കുന്ന സമയത്ത് ഇതിന് MRP എന്ന് പറയുന്നത് 225 ആണ്. എനിക്ക് വാങ്ങിക്കുന്ന സമയത്ത് 193 ആണ്. ഇപ്പൊ സൈറ്റിലും സെയിം ആ ഒരു പ്രൈസ് തന്നെയാണ് കാണിക്കുന്നത്, 193. ആ ഒരു ഡിസ്കൗണ്ടിലാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുക കേട്ടോ. അപ്പൊ ഇതാണ് ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഫസ്റ്റ് പ്രൊഡക്റ്റ്. പിന്നെ ഒരെണ്ണം വാങ്ങിച്ച ഞാനൊരു ഷാമ്പു ആണ് വാങ്ങിച്ചത്. ഒരുപാട് നാളെ ഞാൻ ഈ ഒരു ഷാമ്പു വാങ്ങിക്കണം എന്ന് വിചാരിക്കും. കടയിലൊക്കെ പോവുകയാണെങ്കിലും സംഭവം കിട്ടണ്ടായിരുന്നില്ല. അപ്പൊ ഇതാണ് ഷാമ്പു. ഇത് ലോറിയൽ പാരീസിന്റെ 6 ഓയിൽ നൗറിഷിംഗ് ഷാമ്പു. ഇതിനകത്ത് 6 ഫ്ലവർ ഓയിൽസ് ഉണ്ടെന്നാണ് പറയുന്നത്. ആ 6 ബെനിഫിറ്റ്സ് ആണ് നമുക്ക് ഈ ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന പറയുന്നത്. സ്ട്രോങ്, സോഫ്റ്റ്, സ്മൂത്ത്, തിക്, ഷൈനി, മാനേജബിൾ ഫോർ ഡ്രൈ ആൻഡ് ഡൾ ഹെയറിന് പറ്റിയതാണ് പറയുന്നത്. ഇത് വന്ന പാടെ തന്നെ എൻ്റെ ഓൾറെഡി ഞാൻ ഷാമ്പു കറന്റ് ഒന്നും യൂസ് ചെയ്യണ്ടായിരുന്നു, പക്ഷെ അത് തീരാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഓൾറെഡി വന്നപ്പോൾ തന്നെ എനിക്കിതൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് സൾഫേറ്റ് ഫ്രീ ഷാമ്പൂ ഒന്നും അല്ല കേട്ടോ, മൈൽഡ് ഷാമ്പൂ അല്ല. പക്ഷെ നമുക്ക് നമുക്ക് മൈൽഡ് ഷാമ്പൂവിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഴപ്പമെന്നല്ല, നല്ലതാണ്. നമ്മുടെ മുടിക്ക് പ്രൊഡക്ഷനും ഹെൽത്തിനൊക്കെ നല്ലത് മൈൽഡ് ഷാമ്പൂസ് യൂസ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം എൻ്റെ കാര്യത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ നല്ല പോലെ ഷാമ്പു ചെയ്ത് കളയുന്ന ദിവസം ഞാൻ നല്ല പോലെ എയർ ഓയിലിങ് ചെയ്യാറ്. അപ്പം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ എയറിൽ ഓയിൽ അപ്ലൈ ചെയ്തിട്ടായിരിക്കും കഴുകി കളയുന്നത്. മൈൽഡ് ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി ഷാമ്പു യൂസ് ചെയ്യേണ്ടി വരും. കാരണം എണ്ണ അല്ലെങ്കിൽ പോകില്ല, നമ്മൾ കുറച്ചെടുത്ത് ഒന്ന് അപ്ലൈ ചെയ്താലൊന്നും എണ്ണ പോകില്ല. എനിക്ക് ഷാമ്പു ചെയ്ത് കഴിഞ്ഞാൽ മുടിയിൽ പിന്നെ ഓയിൽ ഇരിക്കണം ഇഷ്ടമല്ല. കാരണം ഷാമ്പു ചെയ്ത ഹെയറിൽ മുടി ഇരിക്കണം എന്നാണ്. ഷാമ്പു ചെയ്തതിന് ഹെയർ അങ്ങനെ ഒരു എന്താ പറയുക, കുറച്ച് പറന്നിരിക്കണതാണ് എനിക്ക് ഇഷ്ടമുള്ളത്. അപ്പോൾ മൈൽഡ് ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ നമുക്കത് കിട്ടില്ല. പക്ഷെ നമുക്കിപ്പോൾ ഏതെങ്കിലുമൊക്കെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നമ്മുടെ മുടി നല്ല ഭംഗിയായിട്ടൊക്കെ കിടക്കണമെങ്കിൽ കുറച്ച് നമ്മൾ ഇങ്ങനത്തെയൊക്കെ ഷാമ്പു യൂസ് ചെയ്യുന്നതുകൊണ്ട് വല്ലപ്പോഴൊക്കെ യൂസ് ചെയ്യുന്നത് തെറ്റില്ല. കുറേ നാളത്തേക്ക് ഇത് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രശ്നമുള്ളൂ. പക്ഷെ വല്ലപ്പോഴൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ശരിക്കും ഇതിൻ്റെ ചെറിയ ബോട്ടിലാണ് ഞാൻ നോക്കിയത്, പക്ഷെ ഓൺലൈനിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു വലിയ ബോട്ടിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത് വാങ്ങിക്കേണ്ടി വന്നത്. സാധാരണ ഞാൻ ഷാമ്പൂസ് എപ്പോഴും ഞാൻ ഒരു ഷാമ്പൂ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാറില്ല. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു ഷാമ്പൂ സ്റ്റിക്ക് ഓൺ ചെയ്തതിന് പിന്നെ നമുക്ക് വേറൊരു ഷാമ്പൂയിലേക്ക് മാറാൻ നേരത്തോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സാഹചര്യത്തിൽ വേറൊരു ഷാമ്പൂ യൂസ് ചെയ്യേണ്ടി വന്നാൽ പിന്നെ മുടി പോണ പോലെയൊക്കെ നമുക്ക് തോന്നും. പിന്നെ നമ്മുടെ മുടി ഏതെങ്കിലും ഒന്നിനകത്തേക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ അതിനകത്ത് തന്നെ അത് സ്റ്റിക്ക് ഓൺ ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയുടെ നീഡ് അനുസരിച്ച് ഞാൻ ചില സമയത്ത് എനിക്ക് എൻ്റെ മുടി ഭയങ്കര ഡ്രൈ ആകുമ്പോൾ ഡ്രൈ ഹെയറിന് പറ്റിയ ഷാമ്പൂസ് നോക്കും. ഭയങ്കര ഓയിലി ആണെന്ന് തോന്നുന്ന സമയത്ത് ഓയിലി ആയിട്ട് ചെറിയ ബോട്ടിൽ എപ്പോഴും ഞാൻ വാങ്ങിക്കാറുള്ളൂ. അത് നമുക്ക് പെട്ടെന്ന് പല പ്രൊഡക്റ്റും മാറി യൂസ് ചെയ്യാനും പറ്റും. പെട്ടെന്ന് ഷാമ്പൂ വരും. പക്ഷെ ഇത് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്കിത് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ വാങ്ങിച്ചപ്പോൾ വലിയ ബോട്ടിലായിപ്പോയി. പക്ഷെ നല്ലതാണ് കേട്ടോ. എനിക്ക് ഫസ്റ്റ് ടൈം യൂസ് ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. പിന്നെ ഷാമ്പൂ യൂസ് ചെയ്യുന്ന ദിവസം നമുക്ക് ഷാമ്പൂ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു മുടി പോകലുണ്ടാവും, അത് കുഴപ്പമില്ല. നല്ല മണമാണ് ഈ ഷാമ്പൂന്, നല്ല അടിപൊളി മണമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് ഇപ്പം ഞാൻ വാങ്ങിച്ചത്. ഇത് എനിക്ക് വാങ്ങിക്കുന്നത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ വാങ്ങിച്ചതാണ്. ഇതിൻ്റെ പ്രൈസ് 265 ആണ് MRP കൊടുത്തിരിക്കുന്നത്. പക്ഷെ എനിക്ക് വാങ്ങിക്കാൻ നേരത്ത് 239 ആണ് കേട്ടോ കിട്ടിയത്. അപ്പം ഇതാണ് ലാസ്റ്റ് പ്രൊഡക്റ്റ്. അപ്പോൾ ഹോൾ വീഡിയോ കഴിഞ്ഞു. അപ്പോൾ ഇതാണ് കുട്ടിയൊരു ഹോൾ വീഡിയോ ആയിരുന്നു. വലിയ കാര്യമായിട്ടൊന്നും ഞാൻ വാങ്ങിച്ചില്ല. എന്നാലും എനിക്ക് അത്യാവശ്യം വാങ്ങിക്കണം എന്ന് തോന്നി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ
ഞാനിപ്പോൾ ഇതിനകത്ത് കാണിച്ച് ഏതെങ്കിലും പ്രൊഡക്ട്സിനെ കുറിച്ച് പ്രത്യേകം സ്പെഷ്യലായിട്ട് ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് മാത്രമായിട്ടുള്ള റിവ്യൂയോ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോ അല്ലെങ്കിൽ മെയിൽ ചെയ്തോ അറിയിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് റിവ്യൂ ചെയ്യാം. എനിക്ക് എന്തായാലും ഈ ഡോഗിൻ്റെ ഒന്ന് എന്തായാലും റിവ്യൂ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ ഈ ലിപ് സ്ക്രബും അത്യാവശ്യം എനിക്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. കാരണം ലിപ് കെയറിങ്ങിൻ്റെ വീഡിയോനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം ഞാൻ ഇതിനെക്കുറിച്ചിട്ടുള്ള റിവ്യൂ എന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഇതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഞാനത് യൂസ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യാം. പിന്നെ ഏതെങ്കിലും പ്രൊഡക്ട്സിനെ കുറിച്ച് റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ, ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇനി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ബെലൈക്കൺ ഉണ്ടാവും, അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. പിന്നെ എന്തെങ്കിലും ക്വസ്റ്റൻസോ എന്തെങ്കിലും ഡൗട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഡയറക്റ്റ് മെയിൽ ചെയ്ത് അറിയിക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.